ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. പ്രവർത്തനം തന്നെ പോലെ കറുത്തതെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള മറുപടിയായി ഫേസ്ബുക്ക് പോസ്റ്റ്. വെളുത്ത ചർമ്മമില്ലെങ്കിൽ കുറഞ്ഞ മനുഷ്യനാകുമോ എന്ന ശാരദാ മുരളീധരന്റെ ചോദ്യം. ആലപ്പുഴ കളക്ടറേറ്റിൽ അയിത്താചരണം എന്ന പരാതിയിൽ പോലീസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുന്നു. ശബരിമലയിൽ മമ്മൂട്ടിക്കായി മോഹൻലാൽ നടത്തിയ വഴിപാടിൽ വിവാദം തുടരുന്നു. വിമർശനം ഉന്നയിച്ച ഒ അബ്ദുള്ളയെ പിന്തുണച്ച് സമസ്ത രംഗത്ത്. വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ തെറ്റെന്ന് നാസഫ് ഐസി കൂടത്തായി. പ്രതികരണം ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ. എടപ്പാടി പളനിസ്വാമി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. NDA അധികാരത്തിൽ വരുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത്ഷാ. BJP നേതാവ് VV രാജേഷിനെതിരെ തലസ്ഥാനത്ത് പോസ്റ്റർ. തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം. രാജേഷിന്റെ സാമ്പത്തിക വളർച്ച അന്വേഷിക്കണമെന്ന് BJP പ്രതികരണ വേദിയുടെ പേരിലുള്ള പോസ്റ്റർ. തീരുവ യുദ്ധത്തിനിടെ ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥ തല ചർച്ച ഡൽഹിയിൽ. US ട്രേഡ് പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് പങ്കെടുക്കും. ചർച്ചയിൽ ഇന്ത്യ താരിഫ് ഇളവ് ആവശ്യപ്പെട്ടേക്കും. കൊടകര കുഴൽപ്പണ കേസിൽ BJPക്ക് ED ക്ലീൻ ചിറ്റ് നൽകിയത് ആയുധമാക്കാൻ CPM-ഉം കോൺഗ്രസും. ED രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കോൺഗ്രസ്. യഥാർത്ഥ കള്ളനെ പിടിക്കാൻ ED തയ്യാറായില്ലെന്ന് K സുധാകരൻ. ആശാ സമരത്തിനെതിരെ നിലപാട് ആവർത്തിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ്. സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI ആണെന്നതിന് തെളിവുണ്ടെന്ന് R ചന്ദ്രശേഖരൻ ന്യൂസ് 18നോട്. സെക്രട്ടേറിയറ്റ് നടയിലെ നിരാഹാര സമരം 7ാം ദിവസം. സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ജനസഭ. SSLC +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാൻ കർശന നിർദ്ദേശവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ആഘോഷങ്ങൾ നടക്കുന്നില്ലെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടണമെന്നും നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ അർജന്റീന. നേട്ടം യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെ. ബ്രസീലിനെ തോൽപ്പിച്ചത് 1-നെതിരെ 4 ഗോളുകൾക്ക്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 11 11 റൺസ് ജയം. 42 പന്തിൽ 97 റൺസ് എടുത്ത് ശ്രേയസ് അയ്യർ. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാൻ നാളെ തിയേറ്ററുകളിലേക്ക്. വൻ വരവേൽപ്പിനൊരുങ്ങിയ ആരാധകർ. മെഗാ റിലീസ് ഉണർവ് പകരുമെന്ന പ്രതീക്ഷയിൽ സിനിമാ മേഖല. നിറത്തിന്റെ പേരിൽ അപമാനിക്കപ്പെട്ടുവെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രവർത്തനം തന്നെ പോലെ കറുത്തതാണെന്ന് ഒരു വ്യക്തി അഭിപ്രായപ്പെട്ടു. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ തന്റെ ഭർത്താവിന്റെ പ്രവർത്തനം വെളുത്തതായിരുന്നുവെന്നും അതേ വ്യക്തി പറഞ്ഞു. കറുപ്പ് മനോഹരമാണെന്നാണ് താൻ കരുതുന്നതെന്നും ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റ്. വിവരങ്ങളുമായി അപർണ കുറുപ്പ് ചേരുന്നു. അപർണ, ഇത് 2025 ആ 2025 ഇങ്ങനെ ഒരു കുറിപ്പ് ഇടുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥയുമാണ്. എന്താണ് അവരുടെ കുറിപ്പിൽ പറയുന്നത്? കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഒരു പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു പവർ ലേഡി എന്ന് തന്നെ കേരളത്തിൽ വിശേഷിപ്പിക്കാവുന്ന അങ്ങനെ ഒരു ബ്യൂറോക്രാറ്റ് തന്നെയാണ് ഇത്തരത്തിലൊരു അധിക്ഷേപം തനിക്ക് നേരിട്ട് തന്നെ തന്നോട് പറഞ്ഞു ഒരാൾ. ആ തരത്തിലാണ് ഇത് വിളിച്ചു ചോദിച്ചതാണ്. അപ്പോഴും ആ തരത്തിൽ തന്നോട് നേരിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത്
വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് നമ്മുടെ സമൂഹം ഇത് തന്നെയാണോ പ്രതിഫലിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ചില ചർച്ചകൾ നടക്കണം. ഇത് നേരിട്ട് തന്നോട് പറയുന്നു, ചീഫ് സെക്രട്ടറി എന്ന രീതിയിലുള്ള നിങ്ങളുടെ പ്രവർത്തനം കറുത്തതാണ്, അതേസമയം നിങ്ങളുടെ മുൻഗാമിയും ഡോക്ടർ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുത്തതാണ് എന്ന് പറയുന്നത് തൻ്റെ നിറവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു താരതമ്യം. ചീഫ് സെക്രട്ടറിയായി 7 മാസത്തോളമാകുന്നു. ആ 7 മാസത്തോളം ഈ തരത്തിലുള്ള താരതമ്യം, സ്ത്രീ എന്ന തരത്തിലുള്ള താരതമ്യം ഒരു വശത്തുണ്ട് എന്നുകൂടി ഒരു ബ്രാക്കറ്റിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുകയാണ് ഈ 7 വർഷം ഈ താരതമ്യം തനിക്ക് നേരിടേണ്ടി വന്നു. അതുകൊണ്ട് താനിത് പറയുകയാണ്. ഇത് ഇന്നലെ രാവിലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം ഇട്ടതാണ്. അതിനുശേഷം അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണമോ, അങ്ങനെ ഒരു സ്പേസ് കൊടുക്കണോ എന്നാലോചിച്ചുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. പിന്നീട് രാത്രിയിൽ വീണ്ടും ചീഫ് സെക്രട്ടറി ആ പോസ്റ്റ് ഇടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് പറഞ്ഞ് കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. താൻ തന്നെ നേരിട്ട് വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പോലും തനിക്ക് തൻ്റെ നിറവുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില അപകർഷതാബോധങ്ങൾ തോന്നിയിരുന്നു. താൻ തൻ്റെ അമ്മയോട് ചോദിച്ചിരുന്നു, അമ്മേ വീണ്ടും എന്നെ ജനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വെളുത്ത കുട്ടിയായിട്ട് ജനിക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലൊക്കെ ആ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതല്ല, ഈ നിറത്തിൻ്റെ ഭംഗി എന്താണ്, ഈ കറുപ്പിൻ്റെ ശക്തി എന്താണ് എന്ന് താൻ മനസ്സിലാക്കുന്നു. ഈ 50 വർഷത്തോളം ഈ അപകർഷതാബോധത്തിലല്ല, പകരം ഇതിൻ്റെ ഒരു ശക്തിയിലാണ് താൻ ജീവിക്കുന്നത്. തൻ്റെ മക്കൾ പോലും അത് മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഒരു സൗന്ദര്യവും തനിക്ക് തന്നെ ഒരു ശക്തിയായി അവർ നൽകുന്നു എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൂടി നൽകിക്കൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിന്ന് മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന വാക്കിന് പകരമായിട്ട് അപ്പോൾ പോലും ഇതിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം, ചീഫ് സെക്രട്ടറി പോലുള്ള ഒരു ബ്യൂറോക്രാറ്റിൻ്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രമുഖനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നേരിട്ട് ഒരാൾ പറയുമ്പോൾ അതേത് തരത്തിലാണ് ഒരു സമൂഹത്തിൻ്റെ ചിന്താഗതിയെ പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഈ കാര്യം നേരിട്ട് കേൾക്കുമെങ്കിൽ മറ്റ് തലങ്ങളിലുള്ളവർക്ക് ഈ വർണ്ണത്തിൻ്റെ പേരിലുള്ള ലേബലിംഗ് അത് ഏത് തരത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക? ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരു ലേബലിങ്ങിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണോ കേരള സമൂഹത്തിനുള്ളത്? ഇത് കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട ചോദ്യം. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിലൊക്കെ നമ്മൾ ഇത്രയേറെ സാക്ഷരരാണെന്ന് അഭിമാനിക്കുമ്പോഴും ആ വിവേചനമൊക്കെ നിലനിൽക്കുന്നു. അത് ചീഫ് സെക്രട്ടറിക്ക് വരെ നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നിടത്താണ് അതിലെ ഒരു വലിയ വൈരുദ്ധ്യമുള്ളത്. ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് പറയേണ്ടതില്ലല്ലോ. ആലപ്പുഴ കളക്ടറേറ്റിൽ നിന്ന് വരുന്ന വാർത്ത ജാതിയുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു വിവേചനം നടക്കുന്നു എന്നതാണ്. ഈ പരാതിയിൽ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ജീവനക്കാരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുക. പരാതിയിന്മേലുള്ള ഡെപ്യൂട്ടി കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട് SC/ST കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ. ശരണ്യ, ആദ്യത്തെ വാർത്ത നിറത്തിന്റെ പേരിൽ വിവേചനമാണെങ്കിൽ ഇത് ജാതിയുടെ പേരിൽ സർക്കാർ ഓഫീസിലുള്ള വിവേചനമാണ്. ഇതിലിപ്പോൾ പോലീസിന്റെ കൂടി അന്വേഷണം നടക്കുകയാണല്ലോ. എവിടം വരെയാണ് ഈ വകുപ്പ് തല അന്വേഷണം, എവിടം വരെ എത്തിയിട്ടുണ്ട്? ശ്രീജ, ആദ്യഘട്ടത്തിൽ വകുപ്പുതല അന്വേഷണം ഇഴഞ്ഞാണ് നീങ്ങിയിരുന്നത്. പിന്നീട് SC/ST കമ്മീഷണർക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഈ രഞ്ജിത്തിന്റെ കുടുംബം, അതായത് ആലപ്പുഴ കളക്ടറേറ്റിലെ കൺട്രോൾ റൂമിലെ ഓഫീസ് അസിസ്റ്റന്റായ രഞ്ജിത്തിന്റെ കുടുംബം പരാതി നൽകി. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറാണ് ഇപ്പോൾ ഈ സംഭവം വകുപ്പ് തലത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ SC/ST കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് കഴിഞ്ഞ ഫെബ്രുവരി 13-നാണ് സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SC/ST കമ്മീഷൻ ആലപ്പുഴ കളക്ടറേറ്റിനെ സമീപിക്കുന്നത്. എന്നാൽ ഒരു മാസം 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞതിന് ശേഷവും ആ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ഇത് മാധ്യമങ്ങളിലടക്കം വാർത്തയായതിനു ശേഷമാണ് അങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. സമർപ്പിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ ഒരു ഇടക്കാല റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇങ്ങനെ ഒരു ലാൻഡ് അക്വസിഷനുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി കളക്ടറെ ഇതിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ്. 30 ദിവസം കഴിഞ്ഞ് പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോഴും അങ്ങനെ ഇതെന്താണ് സംഭവിച്ചെന്നുള്ള വിശദീകരണം നൽകാനായുള്ള റിപ്പോർട്ട് ഇതുവരെ കമ്മീഷന് കൈമാറിയിട്ടില്ല. മറ്റൊന്ന്, ഈ സംഭവത്തിനകത്ത് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു നേതൃത്വത്തിലുള്ള സംഘം റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി അടുത്ത ദിവസം തന്നെ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഈ പരാതിയിന്മേൽ വകുപ്പുതല അന്വേഷണത്തിന്മേൽ കൃത്യമായൊരു നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ പോലീസിൽ കൂടി കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആലപ്പുഴ കളക്ട്രേറ്റിലെ ശിരസ്ദാർമാരായ രണ്ട് ജീവനക്കാർ, ഓഫീസ് അസിസ്റ്റന്റ്മാരായ രഞ്ജിത്തും മറ്റൊരു ചൌക്കിദാറായ വ്യക്തിയെയും ഉൾപ്പെടുത്തി അവർക്കായി പ്രത്യേകം അറ്റൻഡൻസ് രജിസ്റ്റർ തയ്യാറാക്കി. അതായത് അയിത്താചരണം അവിടെ നടക്കുന്നു, പട്ടികജാതി വിഭാഗക്കാരായ ജീവനക്കാർക്ക് നേരെ എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. അതിന് തെളിവുകൾ അതായത് ഈ 2025 മുതലാണ്, ജനുവരി മുതലാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത്. അതുവരെ അവർ ഒപ്പിട്ടിരുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലെ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടിയാണ്. എന്നാൽ ഇവരെ പെട്ടെന്ന് ഒരു ദിവസം പാർട്ട് ടൈം സ്വീപ്പർമാരോടൊപ്പം അറ്റൻഡൻസ് രജിസ്റ്റർ അവരുടെ പേര് എഴുതി ചേർക്കുന്നു. എന്നാൽ അത് തങ്ങൾക്ക് അപമാനകരമാണ് എന്നുള്ള രീതിയിൽ ഇവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സംഭവത്തെ പരിഗണിക്കാതെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച ഘട്ടത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രത്യേകം ഒരു രജിസ്റ്റർ തയ്യാറാക്കി എന്നുള്ളതാണ്. ആ രജിസ്റ്ററിന്റെ പകർപ്പ് സഹിതം നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു വിവേചനം ആലപ്പുഴയിൽ നിന്ന്. നിറം, ജാതി, ഇനി അടുത്തത് മതമാണ്. ശബരിമലയിൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് തെറ്റെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒ അബ്ദുള്ളയാണ് ആദ്യം ഇങ്ങനൊരു പരാമർശവുമായി രംഗത്തെത്തിയത്. ഏറ്റവും അടുത്ത സുഹൃത്തിനു വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ നടത്തിയ വഴിപാടാണിപ്പോൾ വിവാദമായത്. ഇതേ തുടർന്നാണ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പ്രതികരണമുണ്ടാവുന്നത്. പൂജ നടത്താൻ മമ്മൂട്ടി നിർദ്ദേശിക്കുമെന്ന് കരുതുന്നില്ലെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. അയാളുടെ അറിവോട് കൂടിയാണെന്നും ഞാനത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് എന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ്, അത് പ്രതിഷേധാർഹമാണ്. മതപരമായ വിധിപ്രകാരം അതിന് പരിഹാരം കാണേണ്ടതാണ്. മമ്മൂട്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മതപ്രകാരം അത് തെറ്റാണ്. മമ്മൂട്ടി പറഞ്ഞു ചെയ്തതാണെങ്കിൽ, മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ, മമ്മൂട്ടി ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ, അത് മമ്മൂട്ടി ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരം അത് തെറ്റാണ്. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ നടത്തിയ വഴിപാട് ആണ് ഇപ്പോൾ മതപരമായി തെറ്റാണ് എന്നൊരു പ്രതികരണവുമായി നാസർ ഫൈസി കൂടത്തായി അടക്കം രംഗത്തെത്തുന്നത്. ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടി ഇനി ഇതേക്കുറിച്ച് സംസാരിക്കും എന്നാണോ എന്നറിയില്ല. മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അത് തെറ്റെന്ന് പറയുമ്പോൾ ഇനി അത് മമ്മൂട്ടി തന്നെ വ്യക്തമാക്കേണ്ടി വരുമോ? പ്രിയപ്പെട്ട സുഹൃത്ത് തനിക്ക് വേണ്ടി നടത്തിയ വഴിപാട് ശരിയായില്ല എന്ന് പറയുമോ എന്നാണോ ഇവർ പ്രതീക്ഷിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. മറ്റു വാർത്തകളിലേക്ക് പോകാം. BJP തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റ് VV രാജേഷിനെതിരെ ഇന്ന് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെയാണ് BJP മുൻ ജില്ലാ പ്രസിഡന്റിനെതിരെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതായത് മഴ കഴിഞ്ഞ് മരം പെയ്തു തുടങ്ങുകയാണോ? അങ്ങനെ പറയേണ്ടി വരും. അതായത് തിരുവനന്തപുരത്തുള്ള BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിന് മുൻപിലെ ഈ മതിൽക്കെട്ടിലാണ് ഇന്ന് രാവിലെ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ VV രാജേഷിന്റെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച അന്വേഷണം നടത്തണം. തിരുവനന്തപുരം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി VV രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നൊക്കെയാണ് BJP പ്രതികരണ വേദി എന്ന പേരിൽ ഇവിടെ പതിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിലെ പരാമർശങ്ങൾ. ആരാണ് ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലും സമാനമായ തരത്തിൽ പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. പക്ഷേ ആ പോസ്റ്ററുകൾ ഇപ്പോൾ കാണാനില്ല. ഈ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിന് പിന്നാലെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ പരാജയപ്പെടുത്താൻ VV രാജേഷ് നീക്കം നടത്തിയിട്ടുണ്ട്. അതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രതികരണ വേദിയുടേതെന്ന പേരിൽ ഈ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. BJP നേതാക്കളാരും ഇതിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. VV രാജേഷും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. എന്തായാലും BJPയുടെ കരുത്തനായ നേതാവായിരുന്നു VV രാജേഷ്. 1 മാസം മുമ്പാണ് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി കരമന ജയൻ പകരം ചുമതലയേൽക്കുന്ന സാഹചര്യമുണ്ടായത്. അതിനിടെ രാജീവ് ചന്ദ്രശേഖരൻ പുതിയ ചുമതലയിലേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ VV രാജേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ പതിക്കുമ്പോൾ രാജേഷ് അല്ല ലക്ഷ്യം. അതിന് പിന്നിൽ
ഈ BJP-യിൽ ഏറെ നാളായി വിഭാഗീയത ഉണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിനുള്ള ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പതിച്ചിരിക്കുന്ന VV രാജേഷിനെതിരായ ഈ പോസ്റ്ററുകൾ. ഞാൻ പതിവില്ലാതെ ഞാൻ ആ പോസ്റ്ററിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖരൻ എങ്ങാനും മനസ്സിലാവാൻ വേണ്ടിയാണോ എന്നറിയില്ല, ഇംഗ്ലീഷിലും ഉണ്ട് ആ കൂട്ടത്തിലൊരു 2 പോസ്റ്ററുകൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. സാധാരണഗതിയിൽ ഇംഗ്ലീഷിലൊന്നും പോസ്റ്ററുകൾ അങ്ങനെ നമ്മുടെ തലസ്ഥാനത്തെ ചുമരുകളിൽ പതിവില്ല. എന്തായാലും ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകളിൽ ഇംഗ്ലീഷും ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. VV രാജേഷിനെതിരെയാണ് ജില്ലാ കാര്യാലയത്തിന് മുൻപിലും സംസ്ഥാന കാര്യാലയത്തിന് മുമ്പിലും ഇത്തരത്തിൽ സാമ്പത്തിക വളർച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത്. ഡൽഹിയിൽ ഇന്നലെ എത്തിയ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി 2.5 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമിത്ഷാ നടത്തിയ പ്രതികരണമാണ് ശ്രദ്ധേയം. 2026-ൽ തമിഴ്നാട്ടിൽ NDA അധികാരത്തിൽ വരുമെന്ന് അമിത്ഷാ പ്രതികരിച്ചു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, പിണങ്ങിപ്പിരിഞ്ഞതാണ് കുറച്ചു വർഷം മുൻപ്, ഇനിയും വീണ്ടും ഒരു സഖ്യത്തിന്, ഒരു സൗഹൃദത്തിനുള്ള സാധ്യതകളാണോ തെളിഞ്ഞു വരുന്നത്? ശ്രീജ, ഇനി 1 വർഷം മാത്രമാണ് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. കേരളത്തിനൊപ്പം തമിഴ്നാടും വിധി എഴുതും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയേറുന്നത്. കാരണം 2016-ലാണ് പാർട്ടി അധ്യക്ഷ അന്ന് മുഖ്യമന്ത്രിയുമായിരുന്ന ജയലളിത മരിക്കുന്നത്. അതിനുശേഷമാണ് AIADMK BJP-യുമായി അടുക്കുന്നു, പിന്നീട് അവർ സഖ്യത്തിലാകുന്നു. ആ ബന്ധം പിന്നീട് ഉലയുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി. അതിന് കാരണം അണ്ണാമലയുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ AIADMK നേതൃത്വത്തിനുണ്ടായിരുന്നു. അതാണ് പിന്നീട് സഖ്യം ഇല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പാർട്ടികളും 2 സഖ്യമായി മത്സരിച്ചു. BJPക്ക് പുറമെ AIADMK, അവിടെ അന്ന് DMDK അടക്കമുള്ള പാർട്ടികളുമായി, വിജയകാന്തിന് DMDK അടക്കമുള്ള പാർട്ടികളുമായി സഖ്യമായാണ് മത്സരിച്ചത്. 2 പാർട്ടികൾക്കും ദയനീയ പരാജയമാണ് സംഭവിച്ചത്. BJP അവരുടെ വോട്ട് ശതമാനമൊക്കെ വർദ്ധിച്ചിരുന്നു, പക്ഷേ എങ്കിൽ പോലും ഒറ്റ സീറ്റിൽ പോലും ജയിക്കാൻ സാധിച്ചില്ല. നിലവിൽ തമിഴ്നാട്ടിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കളം പിടിക്കുന്നതാണ് സാഹചര്യം. ആദ്യം ഭാഷാ വിവാദം DMK ഏറ്റെടുക്കുന്നു. അതിനുശേഷം മണ്ഡല പുനർനിർണയം ഒരു വലിയ വിഷയമാക്കിക്കൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു തമിഴ് വിവാദം അല്ലെങ്കിൽ തമിഴ് വികാരമടക്കം ഉൾക്കൊണ്ടുകൊണ്ടൊരു പ്രവർത്തനം DMK ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഏതായാലും BJP-യും AIADMK-യും സഖ്യത്തിലേക്ക് നീങ്ങുന്ന കാര്യത്തിലേക്ക് എത്തുന്നത്. ഏതായാലും വിശദമായ ചർച്ച തന്നെ ഇന്നലത്തെ യോഗത്തിൽ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ ചർച്ച നടന്നു. തമിഴ്നാട്ടിലെ നിലവിലെ സാഹചര്യങ്ങൾ, ക്രമസമാധാന വിഷയമടക്കം ചർച്ച ചെയ്തെന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇതൊരു തുടക്കം മാത്രമാണ്. തുടർ ചർച്ചകൾ ഉണ്ടാകും. ഡൽഹിയിലും തമിഴ്നാട്ടിലുമായി തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നാണ് നേതാക്കൾ പറയുന്നത്. മാത്രമല്ല ഈ 2 പാർട്ടികളെ സംബന്ധിച്ചും അനിവാര്യമാണ്. മാത്രമല്ല AIADMK നേതാക്കളെ സംബന്ധിച്ച് നിരവധി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ തന്നെ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ്, നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് AIADMK. പ്രത്യേകിച്ച് വിജയുടെ പാർട്ടി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കും. അവർ പിടിക്കാൻ പോകുന്ന വോട്ട് ഒരുപക്ഷെ AIADMK വോട്ടുകളായിരിക്കും. ഇതൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ 2 പാർട്ടികളും വീണ്ടും ഒന്നിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം ഒരു നിർണായക ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ്. നിർണായക ചർച്ചകൾക്ക് ഇപ്പോൾ ഡൽഹി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ തമിഴ്നാടിനെ സംബന്ധിച്ച് നടക്കുമ്പോൾ കർണാടകയിൽ കത്തുന്നത് ഒരു ഹണി ട്രാപ്പ് വിവാദമാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയ്ക്ക് മന്ത്രി രാജണ്ണ രേഖാമൂലം പരാതി നൽകി. 2 സ്ത്രീകളുമായി ഒരാൾ തന്റെ വീട്ടിൽ വന്നു എന്നാണ് രാജണ്ണ പറയുന്നത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഒരു സൈഡിൽ നമ്മൾ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കർണാടകയിൽ മറുവശത്ത് ചർച്ചയാവുന്നതും ചൂടുപിടിക്കുന്നതും ഈ ഹണി ട്രാപ്പ് വിവാദമാണ്. ഇപ്പോൾ ഈ രാജണ്ണ നൽകിയ പരാതിയിൽ എന്താണ് പറയുന്നത്? ശ്രീജ, രാജണ്ണ തന്നെയാണ് നിയമസഭയിൽ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഏതാണ്ട് 48 നേതാക്കൾ ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് നിയമസഭയിൽ പരസ്യമായി പറഞ്ഞത് രാജണ്ണയാണ്. അതിനുശേഷം ഇപ്പോൾ രാജണ്ണ ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുന്നു. നിലവിൽ സഹകരണ മന്ത്രിയാണ് രാജണ്ണ. G. പരമേശ്വരിക്ക്, ആഭ്യന്തരമന്ത്രിയാണ് G. പരമേശ്വര അദ്ദേഹത്തിന് രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിക്ക് ശേഷം പ്രതികരണം രാജണ്ണ നടത്തിയത്, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 2 സ്ത്രീകൾ ഒരു പുരുഷനുമായി തൻ്റെ ഓഫീസിൽ തന്നെ കാണാൻ വന്നിരുന്നു. ഈ വ്യക്തിപരമായും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാനുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ അഭിഭാഷക എന്ന് സ്വയം പരിചയപ്പെടുത്തിയ യുവതി എത്തിയത്
ചെയ്തതെന്നാണ് രാജണ്ണ പറയുന്നത്. അവരുടെ പേരെന്താണ് എന്ന് തനിക്ക് അറിയില്ല, പക്ഷെ അവരെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയും. ഒരു തിരിച്ചറിയൽ പരേഡ് നടക്കുകയാണെങ്കിൽ അവരെ തിരിച്ചറിയാൻ സാധിക്കും എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. മാത്രവുമല്ല, CCTV ദൃശ്യങ്ങൾ ഉണ്ടാകും, വസതിയിൽ വന്നാണ് കൂടിക്കാഴ്ച നടത്തിയത്, CCTV ദൃശ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ CCTV ഇല്ല, തന്റെ വസതിയിൽ CCTV ഇല്ല. കർണാടകത്തിലെ പല മന്ത്രിമാരുടെയും വസതിയിലെയും സാഹചര്യം ഇതാണ് എന്ന പ്രതികരണം കൂടി ഇപ്പോൾ ഏതായാലും നടത്തിയിട്ടുണ്ട് രാജണ്ണ. കാരണം ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. മാത്രവുമല്ല, കർണാടകത്തിൽ ആഭ്യന്തര തർക്കം, പ്രത്യേകിച്ച് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആവശ്യം ഒരു വശത്ത് ശക്തമാകുമ്പോഴാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ്. കാരണം ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള, വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള രാജണ്ണ സിദ്ധരാമയ്യെ അനുകൂലിക്കുന്ന വ്യക്തിയാണ്. നേരത്തെ സതീഷ് ജർക്കിഹോളിയും സമാനമായ രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. സതീഷ് ജർക്കിഹോളിയും സിദ്ധരാമയ്ക്കൊപ്പം നിൽക്കുന്ന നേതാവാണ്. ഏതായാലും DK ശിവകുമാറാണ് ഇതിന് പിന്നിലെന്ന ആരോപണം അല്ലെങ്കിൽ പ്രതികരണം BJP നേതാക്കൾ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുള്ള ഒരാളാണ് ഇതിന് പിന്നിലെന്ന ആരോപണം BJP ഉയർത്തുമ്പോൾ തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾ പോലും ഇത്തരം ആരോപണം ശരിവെച്ചുകൊണ്ട് ഒരു പരാതി നൽകുന്ന സ്ഥിതിയിലേക്ക്, ഔദ്യോഗികമായി തന്നെ പരാതി നൽകുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യം ഇപ്പോൾ എത്തുന്നത്. ഏതായാലും G. പരമേശ്വരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്ന് ആലോചിക്കുമെന്ന പ്രതികരണം ഇപ്പോൾ അദ്ദേഹവും നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ ഇന്ന് പാർലമെന്റിൽ വലിയ രീതിയിൽ ചർച്ചയാവാൻ പോകുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലാണ്. ഈ ബിൽ പാസാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ ഊർജിതമാക്കുകയാണ്. നിയമ ന്യൂനപക്ഷ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ബില്ലിനെ കുറിച്ച് ഇന്ന് MP-മാർക്ക് മുന്നിൽ വിശദീകരിക്കും. എന്നാൽ ബിൽ എപ്പോൾ കൊണ്ടുവരും എന്ന് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധത്തിന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പട്നയിലാണ് ഇന്ന് പ്രതിഷേധ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. തീരുവായുദ്ധത്തിനിടെ ഇന്ത്യ അമേരിക്ക ഉദ്യോഗസ്ഥ തല ചർച്ച ഇന്ന് ഡൽഹിയിൽ നടക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരം ചുങ്കം ഏപ്രിൽ 2 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് നിർണായകമായ ചർച്ച. കരാറിന്റെ പ്രാഥമിക രൂപരേഖ ഈ ആഴ്ച തന്നെ തയ്യാറാകുമെന്നാണ് സൂചന. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഏപ്രിൽ 2 മുതലാണ് ഈ പകരച്ചുങ്കം നിലവിൽ വരുന്നത്. അതിനു മുന്നോടിയായി നടക്കുന്ന ചർച്ചയിൽ ഇന്ത്യക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് വരരുത്, ഇത് മാറ്റിവെക്കണമെന്ന് മാത്രമാണ്. ഏത് രീതിയിലാണ് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്? ശ്രീജ, തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ചർച്ച തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപ് പ്രഖ്യാപിച്ച പകരം ചുങ്കം നിലവിൽ വരികയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വലിയ രീതിയിലുള്ള ഒരു നികുതി അത് ഇന്ത്യക്ക് ഉണ്ടാകും. അത് ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത് വലിയ രീതിയിലുള്ള നികുതിയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്നു. മറ്റ് പല രാജ്യങ്ങളും അധിക നികുതി ചുമത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ട്രംപ് വിമർശിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ ഈ ഇന്ത്യ ചുമത്തുന്ന നികുതി അത് കുറയ്ക്കാൻ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുകൂടി ഒരു ശ്രമം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി കുറയ്ക്കുന്നതിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ട ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രം ചില നിശ്ചിത അളവിൽ നികുതി കുറയ്ക്കുക എന്നൊരു നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. ഇക്കാര്യങ്ങൾ കൂടി ഇന്ന് ചർച്ചയിൽ ഉന്നയിക്കുമെന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരാനുള്ള ഈ കരാർ, ഈ പകരം ചുങ്ക കരാർ അത് ഒഴിവാക്കണമെന്ന് തീർത്തും ആവശ്യപ്പെടും എന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ ഇന്നലെയാണ് ഡൽഹിയിൽ ഈ അമേരിക്കൻ പ്രതിനിധികളൊക്കെ ഇന്നലെ എത്തിയിട്ടുണ്ട് ഡൽഹിയിൽ. ഇന്ന് അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തും. അടുത്ത 5 ദിവസം പ്രതിനിധികൾ ഡൽഹിയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത 3 ദിവസമായിരിക്കും പ്രധാനമായി ചർച്ചകൾ നടക്കുക. ഈ 3 ദിവസത്തിലായിരിക്കും ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിക്കുക. ഇന്ത്യയെ സംബന്ധിച്ച് ഈ തീരുവ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുകയും അതിൽ തന്നെയാണ് ഏറെ നിർണായകമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയുടെ വിവരങ്ങൾ കൂടി ഷംന നൽകും. അത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതാണ്. സൗദി അറേബ്യയിൽ നടന്ന US ചർച്ചയ്ക്ക് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രതികരണം. അതേസമയം റഷ്യൻ വിരുദ്ധ ഉപകരണമായി നാറ്റോ അംഗങ്ങൾ യുക്രൈനെ മാറ്റിയെന്നാണ് റഷ്യയുടെ ആരോപണം. ഷംന, ഈ സമാധാന ചർച്ചകൾക്കുള്ള ഒരു മുൻകൈയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിപൂർണമായ ഒരു യുദ്ധം നിർത്തൽ ഇപ്പോഴും അകലെയാണോ?
തീർച്ചയായും ശ്രീജ, കാരണം നേരത്തെ തന്നെ ഈ യുക്രൈനും റഷ്യയും അറിയിച്ചിരുന്നു ഭാഗിക വെടിനിർത്തലിന് സമ്മതമാണെന്ന് യുഎസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ അവർ ഇരു രാജ്യങ്ങളും അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിന് പിന്നാലെയാണ് പിന്നെ സെലൻസ്കി വലിയ രീതിയിൽ റഷ്യക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. കാരണം റഷ്യ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കുന്നില്ല, റഷ്യ ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നത് അത് റഷ്യ അംഗീകരിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് സെലൻസ്കി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ സൗദിയിൽ 3 രാജ്യങ്ങളുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. അതായത് യുഎസും റഷ്യയും യുക്രൈനും തമ്മിൽ വെവ്വേറെ ചർച്ചകളാണ് സൗദിയിൽ നടന്നിരുന്നത്. ഇതിൽ യുക്രൈനുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് സെലൻസ്കി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് പ്രതീക്ഷയുണ്ട് തങ്ങൾക്ക്, അമേരിക്കയുടെ നേതൃത്വത്തിൽ കൂടി നടക്കുന്ന ചർച്ചയിൽ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ കരിങ്കടലിൽ നടത്തുന്ന ആക്രമണം അതിലും ഒരു കുറവുണ്ടാകും. പിന്നെ പ്രധാനമായും ഈ സൗദിയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമായി ഉണ്ടായിരുന്ന വിഷയങ്ങൾ ഈ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണങ്ങൾ അത് നിർത്തലാക്കും എന്ന ചർച്ചയായിരുന്നു. അതായിരുന്നു പ്രധാനമായും ചർച്ചയിൽ ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ. ഇതിലൊക്കെ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയത്. പക്ഷേ ഒപ്പം തന്നെ സെലൻസ്കി പറഞ്ഞു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റഷ്യയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടാണ് ഇക്കാര്യത്തിൽ ഒരു വിധി നിർണ്ണയിക്കുന്നത്. റഷ്യ ഇതുവരെ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല, അത് പാലിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണം റഷ്യക്ക് മേൽ എന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ റഷ്യ കൂടി ഈ കാര്യത്തിൽ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. കാരണം നാറ്റോ ഈ യുക്രൈനെ ഒരു ആയുധമായാണ് ഉപയോഗിക്കുന്നത്. ഈ റഷ്യക്ക് മേൽ പ്രതിരോധം തീർക്കാനുള്ള വെറും ഒരു ആയുധമാണ് യുക്രൈൻ. അങ്ങനെയാണ് നാറ്റോ രാജ്യങ്ങൾ ഇതിനെ യുക്രൈനെ കാണുന്നത്. ഒപ്പം തന്നെ റഷ്യക്ക് മേൽ മറ്റു തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ നാറ്റോ നോക്കി നിൽക്കുകയാണ്, അക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. ഒപ്പം തന്നെ റഷ്യ വ്യക്തമാക്കുന്ന ഒരു കാര്യം, റഷ്യക്കെതിരായ വംശീയ നാസി ബാനറുകൾക്ക് കീഴിൽ യുക്രൈനെ വളർത്തിയെടുക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. അങ്ങനെയാണ് റഷ്യ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെ അടുത്ത ഘട്ടത്തിൽ ചർച്ചയിൽ ഏറെ നിർണായകമാകും. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അഫ്ഗാനിസ്ഥാനിലെ ഹഖാനി തീവ്രവാദ സംഘത്തോടുള്ള നിലപാട് മയപ്പെടുത്തി അമേരിക്ക. 2022 മുതൽ തടവിലാക്കപ്പെട്ട അമേരിക്കൻ ടൂറിസ്റ്റിന്റെ മോചനം ഉറപ്പാക്കാൻ US സംഘം കാബൂളിൽ താലിബാൻ സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഹഖാനി തീവ്രവാദ സംഘത്തോടുള്ള നിലപാടിൽ മാറ്റം വന്നത്. ഹക്കാനി തീവ്രവാദ സംഘത്തിലെ ചില പ്രധാനികളെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ പാരിതോഷികം നേരത്തെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. അതിൽ താലിബാൻ സർക്കാരിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ സിറാജുദ്ദീൻ ഹക്കാനിയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പാരിതോഷികം നൽകുമെന്ന പ്രഖ്യാപനങ്ങൾ പിൻവലിച്ചതായാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ജലാലുദ്ദീൻ ഹക്കാനി സ്ഥാപിച്ച ഒരു സുന്നി ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഹക്കാനി നെറ്റ്വർക്ക്. അമേരിക്കൻ ഇന്ത്യൻ എംബസികൾക്ക് നേരെയും നാറ്റോ സേനയ്ക്ക് നേരെയും വിവേചനരഹിതമായ തീവ്രവാദ ആക്രമണങ്ങൾ ഹക്കാനികൾ നടത്തിയിരുന്നു. യുഎസും താലിബാനും തമ്മിലുണ്ടാക്കിയ കരാറിനെ തുടർന്ന് 2021 വിദേശ സൈന്യം രാജ്യത്തു നിന്ന് പിൻവാങ്ങിയ മുതൽ അഫ്ഗാനിസ്ഥാനെ നിയന്ത്രിക്കുന്ന താലിബാൻ സർക്കാരിൽ നിർണായക പങ്ക് ഹക്കാനി സംഘത്തിനുണ്ട്. അമേരിക്കൻ ദൂതന്മാരായ ആദം ബോഹ്ലറും സൽമൈ ഖലീൽസാദും ഉൾപ്പെടുന്ന ഒരു US പ്രതിനിധി സംഘം കഴിഞ്ഞിടെ കാബൂളിൽ എത്തിയിരുന്നു. ശനിയാഴ്ച ഇവർ താലിബാൻ സർക്കാരിന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുമായും മറ്റ് താലിബാൻ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തുടർന്ന് 2022 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാൻ സന്ദർശിക്കുന്നതിനിടെ തടവിലാക്കപ്പെട്ട US വിനോദസഞ്ചാരി ജോർജ് ഗ്ലസ്മാനെ താലിബാൻ സർക്കാർ മോചിപ്പിച്ചു. നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായാണ് പാരിതോഷിക പ്രഖ്യാപനം പിൻവലിച്ചത് എന്ന് താലിബാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വക്താവ് അബ്ദുൾ മദീൻ ഖാനി വ്യക്തമാക്കുന്നു. അതേസമയം താലിബാനുമായി അമേരിക്ക അടുക്കുന്നതിന്റെ സൂചനയായി കാണുന്ന ഈ നീക്കത്തെ ആശങ്കയോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകളുടെ ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ
വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് പലയിടങ്ങളിൽ വി രാജേഷിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, തനിക്കെതിരായ ആരോപണങ്ങളിൽ പാർട്ടി നേതൃത്വം പ്രതികരിക്കട്ടെ എന്ന് വി രാജേഷ്. അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ പോലീസിൽ പരാതി നൽകും. പാർട്ടി അധ്യക്ഷനുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും BJP മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ വി രാജേഷ് അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കൊടകര കുഴൽപ്പണ കേസിൽ BJPക്ക് ED ക്ലീൻ ചിറ്റ് നൽകിയെങ്കിൽ ആ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് CPM-ഉം കോൺഗ്രസും. ED രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞു. യഥാർത്ഥ കള്ളനെ പിടിക്കാൻ ED തയ്യാറായില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രതികരിച്ചു. BJPയെ സഹായിക്കാനാണ്. BJPയെ സഹായിക്കുന്ന ഉത്തരവാദിത്വമാണ് ഈ ഏജൻസിക്കുള്ളത്. അവർ ഇന്ന് വരെ യഥാർത്ഥ കള്ളന്മാരാരാണെന്ന് പറഞ്ഞിട്ടുമില്ല, കള്ളന്മാരെ പിടിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. എല്ലാ കാലത്തും BJPയെ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്നും ഇവർ ചെയ്തിട്ടുള്ളത് എന്നത് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി. ഡാനി, കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ് KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യ പ്രതികരണമെങ്കിലും ഇതിപ്പോൾ CPM-ഉം തൊട്ടുപിറകെ വലിയ ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അവർ അത് വലിയ രീതിയിൽ ഉന്നയിച്ചിരുന്നതാണ്. EDയെ പറ്റി നിലവിൽ പല ആരോപണങ്ങളും ഉള്ളപ്പോഴാണ് പോലീസിന്റെ എല്ലാ കണ്ടെത്തലുകളും ED കുറ്റപത്രം തള്ളുന്നത്. ഈ സാഹചര്യത്തിൽ എത്രത്തോളം വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് വരും മണിക്കൂറുകളിൽ ഉയരാൻ സാധ്യതയുണ്ട്? ശ്രീജ, വലിയ രീതിയിൽ തന്നെ ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ കോൺഗ്രസിന്റേതാണ് ആദ്യ പ്രതികരണം, അധ്യക്ഷന്റേത് വന്നു കഴിഞ്ഞു. ഇനി CPM-ഉം അതോടൊപ്പം തന്നെ മറ്റു ഇടത് കക്ഷികളും എല്ലാം തന്നെ ഇത് രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ പ്രധാനം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് നടത്തിയിട്ടുള്ള ഈ അന്വേഷണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം അതിൽ നിലവിലെ തന്നെ BJPക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പണമാണ്, തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പണമാണ് എന്നത് സ്ഥിരീകരിക്കുകയും ഇത് സംബന്ധിച്ച് നിരവധിയായ തെളിവുകൾ കണ്ടെത്തുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശി വ്യവസായമായ ധർമ്മരാജൻ ഈ പണം എത്തിക്കുന്നത് ഇതിനു വേണ്ടിയാണ്, ഈ BJP നേതാക്കൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ
പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കണ്ടുപിടുത്തങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള ഒരു പ്രാമുഖ്യമോ ഒന്നും തന്നെയും ED നൽകിയിട്ടില്ല എന്നതാണ് പൊതുവിൽ വരുന്നത്. ഈ കുറ്റപത്രത്തിൽ സമർപ്പിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നേരത്തെ പോലീസ് അന്വേഷിച്ചത് എന്താണോ അതിനെ പരിഗണിക്കാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയും BJPയെ വെള്ളപൂശാൻ വേണ്ടിയാണ് ED കടന്നു വരുന്നത് എന്നത് ഒരു ആരോപണം തുടക്കം മുതൽ തന്നെ നിലവിലുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന, അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള കുറ്റപത്രമാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നതാണ് പൊതുവിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ തന്നെയാണ് ഇനിയുള്ള വരും മണിക്കൂറുകൾ ചർച്ചയാകുക. കൂടുതൽ പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കൊളത്തൂർ നെടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങി. റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ഫെബ്രുവരി 23-നും ഇവിടെ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, റബ്ബർ തോട്ടത്തിലെ കൂട്ടിൽ വീണ്ടും പുലി കുടുങ്ങുന്ന ഒരു സാഹചര്യം നാട്ടുകാർ എങ്ങനെയാണ് കാണുന്നത്? അതെ ശ്രീജ, നെടുവോട്ട് M ജനാർദ്ദന്റെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇതേ സ്ഥലത്ത് ഫെബ്രുവരി 23-ന് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു. അതായത് ഈ പ്രദേശത്ത് 4ഓളം പുലികളുടെ സാന്നിധ്യമുണ്ട്. അത് നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തിയാണ്. അതിൽ 2ാമത്തെ പുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5-ാം തീയതി, ഫെബ്രുവരി 5-ാം തീയതി ഇവിടെ തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ ഒരു പുലിയെ കണ്ടെത്തുകയും പിന്നീട് മയക്കുവെടി വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തോതിൽ പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു. അത്തരത്തിൽ ഉള്ളൊരു സ്ഥലമാണ്. ഈ ഫെബ്രുവരി 23-ന് കുടുങ്ങിയ പുലിയെ 5 വയസ്സ് പ്രായമായ പുലിയായിരുന്നു അന്ന് കൂട്ടിൽ കുടുങ്ങിയിരുന്നത്. ആ പുലിയെ മുള്ളേരിക്ക് സമീപത്തെ വനത്തിനകത്ത് തുറന്നു വിട്ടതും വലിയ പ്രതിഷേധമായിരുന്നു, വാർത്തയായിരുന്നു. അത്തരത്തിൽ 2 പുലികളാണ് ഇപ്പോൾ കൊളത്തൂരിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. ഇനിയും 2 പുലികൾ ഈ ഭാഗത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുന്നത്. ജനവാസ കേന്ദ്രമാണ്, 700ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുള്ള ഒരു പ്രദേശമാണ്. അത്തരത്തിലൊരു പ്രദേശത്താണ് ഇപ്പോൾ പുലി കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. കൊല്ലം ചടയമംഗലത്ത് ഉത്സവഘോഷയാത്രയ്ക്കിടെ ആന കുഴഞ്ഞു വീണു. ചടയമംഗലം തിരുവൈക്കോട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എഴുന്നള്ളിച്ച 6 ആനകളിൽ ഒന്നാണ് കുഴഞ്ഞു വീണത്. ഉത്സവത്തിനെത്തിയ 6 ആനകളിൽ 3 എണ്ണം ദേവസ്വം ബോർഡിന്റേതാണ്. മുന്നിൽ തിടമ്പേറ്റിയ ദേവസ്വം ബോർഡിന്റെ കുഞ്ഞയ്യപ്പൻ എന്ന ആനയാണ് കുഴഞ്ഞു വീണത്. 6 മണിയോടെയായിരുന്നു ഇന്നലെ സംഭവം. അരമണിക്കൂറിന് ശേഷം ആന എഴുന്നേൽക്കുകയും തിടമ്പ് മറ്റൊരു ആനയിലേറ്റി ഘോഷയാത്ര പൂർത്തിയാക്കുകയും ചെയ്തു. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന നിരാഹാര സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അനിശ്ചിതകാല പ്രതിഷേധ സമരം ഇന്ന് 45-ാം ദിവസവും തുടരുകയാണ്. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന ധർണ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനസഭ നടക്കുന്നുണ്ട്. അതിൽ ജോയ് മാത്യു ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഈ സമരം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഈ 7ാം ദിവസവും നിരാഹാര സമരം തുടങ്ങുമ്പോൾ അവിടേക്കും കൂടുതൽ പിന്തുണയുമായി ആളുകൾ എത്തുന്നുണ്ട്. ഈ ജനസഭയിൽ ആരൊക്കെ പങ്കെടുക്കും? ശ്രീജ, 45-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ അനിശ്ചിതകാല സമരം സെക്രട്ടേറിയറ്റ് നടയിൽ തുടങ്ങിയിട്ട് 7 ദിവസം പിന്നിടുന്നു. നിരാഹാര സമരം ആരംഭിച്ചിട്ട് MA ബിന്ദു ഉൾപ്പെടെ 3 പേരാണ് ഈ നിരാഹാര സമരത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം 7 ദിവസമായി ഈ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്കെല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഒരു ആശാപ്രവർത്തകയും അതിന് തൊട്ട് 2 ദിവസം മുമ്പ് മറ്റൊരാളെയും ആശുപത്രിയിലേക്ക് മാറ്റി. എനിക്ക് തോന്നുന്നു MA ബിന്ദുവും ശാരീരികമായ ചില അവശതകൾ നേരിടുകയാണ് എന്ന് വേണം പറയാൻ. ഈ അല്പസമയം മുമ്പ് ഇങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ ഇന്നലെ പോലീസിന്റെ ആംബുലൻസിൽ പോലീസ് എത്തിയാണ് ശാരീരികമായ അവശത നേരിട്ട ഒരു ആശാപ്രവർത്തകയെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതോടൊപ്പം
ഇവിടെ പരിശോധനകൾക്ക് വേണ്ടി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗികമായ ഡോക്ടർമാരുടെ ഒരു സംഘം ഇവിടെ പരിശോധനകൾക്ക് വേണ്ടി എത്തുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി ആശാപ്രവർത്തകർ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പ്രതിഷേധം 7ാം ദിവസത്തിലേക്ക് ഈ നിരാഹാര സമരം കടക്കുന്നത്. ഞാൻ MA ബിന്ദുവിനോട് ഈ ഒരു ഘട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്കൊപ്പമുള്ള മറ്റ് പ്രവർത്തകരോട് എന്താണ് ബുദ്ധിമുട്ട്? ക്ഷീണം കൊണ്ട് സംസാരിക്കാൻ വയ്യ, എനിക്ക് സംസാരിക്കാൻ വയ്യ. ഇവിടെ എന്തെങ്കിലും പരിശോധനയ്ക്ക് ആരെങ്കിലും എത്തിയിരുന്നോ? ഡോക്ടർമാരുമല്ലോ? ഇന്നലെ ഗവൺമെന്റിൽ നിന്ന് ആരും വന്നില്ല. ഇന്നലെ ലിംസിൽ നിന്ന് എന്തോ വന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല ക്ഷീണം കൊണ്ട്. ശരി ശരി, തുടരട്ടെ. അപ്പോൾ അവർ 3 പേരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഇതിനോടകം 2 പേർ വൈദ്യസഹായം തേടിയിരുന്ന അവരെ 2 പേരെ ജനറൽ ആശുപത്രിയിലേക്ക് ചികിത്സയുടെ ഭാഗമായി മാറ്റുന്ന സാഹചര്യമുണ്ടായി. പകരമുള്ളവരാണ് ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ചൂടുണ്ട്. ആ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ്, അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഇങ്ങനെ ഇവിടെ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സമരത്തിന് ആദ്യഘട്ടം മുതൽ നേതൃത്വം നൽകുന്ന MA ബിന്ദു, അവർ 7ാം ദിവസമാണ് ഈ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഈ MA ബിന്ദു ഇപ്പോൾ ശാരീരികമായ അവശതകളെ തുടർന്ന് ഒരുപക്ഷെ അവർക്ക് വൈദ്യസഹായം വേണ്ടി വന്നേക്കുമെന്നാണ് സൂചന. എന്തായാലും സർക്കാരിന്റെ ഒരു അനുഭാവപൂർണമായ തീരുമാനമോ ചർച്ചകളോ പിന്നീട് ഈ 2ാം ഘട്ടത്തിൽ നടന്ന വീണ ജോർജുമായും അതോടൊപ്പം NHM ഡയറക്ടറുമായി നടന്ന ചർച്ചകൾക്ക് ശേഷം പിന്നീട് ഒരു ചർച്ചകളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനസഭ, അതായത് ജോയ് മാത്യു ഉൾപ്പെടെയുള്ള നിരവധി പേർ പങ്കെടുക്കുന്ന ജനസഭ 10:30 സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉണ്ടാകും. അതോടൊപ്പം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ധർണ അല്പസമയത്തിനകം ആരംഭിക്കും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. 7ാം ദിവസവും സമരം തുടരുന്ന ബിന്ദു സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ 7ാം ദിവസം നിരാഹാരമായപ്പോഴേക്കും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. വൈദ്യസഹായം തേടേണ്ടി വരും എന്നൊരു അവസ്ഥയാണ് അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതേസമയം ഈ ആശാസമരത്തിനെതിരായ നിലപാട് ആവർത്തിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഇന്നലെയും രംഗത്തെത്തി. ആശമാരുടെ പേര് പറഞ്ഞ് സമരത്തിന് നേതൃത്വം നൽകുന്നത് SUCI ആണെന്നതിന് തെളിവുണ്ടെന്ന് ചന്ദ്രശേഖരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നല്ല, ജോലിയിൽ സ്ഥിരം നിയമനം നൽകണമെന്നാണ് നിലപാടെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിനടിയിൽ 2 അനിശ്ചിതകാല സമരങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു വശത്ത് 44 ദിവസം പിന്നിടുന്ന ആശാ വർക്കർമാരുടെ സമരം, മറുവശത്ത് അംഗൻവാടി അധ്യാപകരുടെ നേതൃത്വത്തിൽ INTUC നേതൃത്വം നൽകുന്ന സമരം. ഈ ഘട്ടത്തിൽ INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ R ചന്ദ്രശേഖരൻ എന്നോടൊപ്പം ചേരുന്നു. 2 സമരങ്ങൾ നടക്കുകയാണ്. പക്ഷേ INTUCയുടെ ഭാഗത്ത് നിന്ന് ആശാ വർക്കർമാരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിന് കാരണം എന്താണ്? ഓരോ സംഘടനയ്ക്കും അവരുടേതായ നിലപാടുകളുണ്ട്. ഓരോ സംഘടനയ്ക്കും അവരുടേതായ കമ്മിറ്റികളും ജനറൽ ബോഡികളുമുണ്ട്. ആ സംഘടനയുടെ തീരുമാനപ്രകാരമാണ് ആ സംഘടന സമരത്തിന് വരുന്നത്. ഏതെങ്കിലും ഒരു സംഘടന സമരം ചെയ്യുമ്പോൾ ആ സമരത്തിലേക്ക് മറ്റൊരു സംഘടന ചെല്ലണമെങ്കിൽ ഒന്നുകിൽ ആ സംഘടന മറ്റുള്ളവരോട് കൂടി ആലോചിക്കണം, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടണം. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്ന ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്, ദേശീയ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ട്രേഡ് യൂണിയൻസ്. അതിന്റെ കേരളത്തിന്റെ ചെയർമാൻ ഞാനാണ്. ഈ പറഞ്ഞ SUC സംഘടനയുമായി ബന്ധപ്പെട്ട ആൾ ഇന്ത്യ UTUC, ആ സംഘടന ഞങ്ങളുടെ സംയുക്ത ട്രേഡ് യൂണിയനിലെ ഒരു അംഗമാണ്. തീർച്ചയായിട്ടും ഇതുപോലൊരു സമരം ആരംഭിക്കുമ്പോൾ അവരുടെ ഡിമാൻഡുകൾ എന്താണ്, ആ സമരം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ ഡിമാൻഡുകൾ ഉയർത്തിയിട്ടുള്ളത്, ഇതൊക്കെ ഒന്നുകിൽ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഓരോ സംഘടനകൾക്കൊരു കത്തെങ്കിലും കൊടുത്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്, അതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പറയാം. ഇതുവരെ അങ്ങനെ ചർച്ച വന്നിട്ടില്ല. പക്ഷേ ഇതൊരു പൊതുസമൂഹം ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടേക്ക് നിരവധി സമൂഹത്തിന്റെ നാനാ തലങ്ങളിലുള്ളവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തുകയാണ്. സർക്കാർ മറിച്ചൊരു നിലപാട് തുടരുമ്പോൾ അല്ല, ഇതിനൊരു പൊതുസംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവർക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ, ജനകീയ സമരങ്ങൾ അവർ പിന്തുണയ്ക്കുക സ്വാഭാവികമാണ്. ഇത് ജനകീയ സമരമാണെന്ന് INTUC ഉറപ്പിക്കുന്നു. അല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ജനം എന്ന് പറഞ്ഞാൽ ഈ ആശാ വർക്കർ ജനത്തിന്റെ ഭാഗമല്ലേ. അവരുടെ സമരത്തിന് യാതൊരു വിധത്തിലും ഒരു ദിവസം പോലും ഒന്നും എതിരായി പറയാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അതൊരു സംഘടന നടത്തുന്ന സമരമാണെന്നുള്ള ഒരു ദിശാബോധം നിങ്ങൾക്കും ഉണ്ടാവണം. INTUC പ്രഖ്യാപിച്ചൊരു സമരത്തിന് ഞങ്ങൾ സമരം ചെയ്യും.
അതിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെടാതെ വേറൊരു സംഘടന വന്നു കയറില്ല. അത് കൃത്യമായിട്ട് പക്ഷേ മനസ്സിലാക്കി. ഈ SUCI ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. അവരല്ല അതിന് നേതൃത്വം നൽകുന്നത്. ഇതൊരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് ഈ സമരം നയിക്കുന്നതെന്നാണ് പറയുന്നത്. അതിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിരവധി റെക്കോർഡുകളുണ്ട്. SUCI കമ്മ്യൂണിസ്റ്റ് എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഈ സമരത്തിൽ ഇപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പോഴായാലും വർഷങ്ങളായി ദശാബ്ദങ്ങളായി നമ്മൾ കാണുന്ന ചില പാറ്റേണുകളുണ്ട്, ചില സിംബോളിക് പ്രകടനങ്ങളുണ്ട്, കറുപ്പും ചുമപ്പും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അതൊക്കെ ഞങ്ങളൊന്നും പുതിയ ആളുകളല്ല, അറിയാത്തവരല്ല ഇതൊന്നും. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ നിവേദനത്തിൽ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ളത്. ഓണറേറിയം ഒരിക്കലും ഞങ്ങൾ ചോദിക്കാറില്ല. ഓണറേറിയം എന്ന് പറയുന്ന ഒരു തെറ്റായ ഡിമാൻഡാണ്. ഓണറേറിയം അല്ല വേണ്ടത്. UDF കൺവീനർ MM ഹസൻ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സമരത്തെ തള്ളി പറയുന്നവർ കരിങ്ങാലികളാണെന്നാണ്. അദ്ദേഹം പരിണതപ്രജ്ഞനായ ഒരു വലിയ നേതാവാണ്. MLAയും മന്ത്രിയും ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വികാരങ്ങളും നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറയും. അപ്പോൾ വളരെയധികം നന്ദി നിലപാട് വ്യക്തമാക്കിയത്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. SSLC +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കുകയാണ്. പരീക്ഷ കഴിയുമ്പോൾ ആഘോഷങ്ങൾ അതിർവിടാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ആഘോഷങ്ങൾ വിലക്കി സർക്കുലർ പുറത്തിറക്കി. ആഘോഷങ്ങൾ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അധ്യാപകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇടവേള. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവെന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് അങ്ങനെ കാത്തിരുന്ന് എമ്പുരാൻ നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. നാടെങ്ങും വലിയ ആഘോഷമാണ്. ഇപ്പോൾ അല്പം മുൻപ് പൃഥ്വിരാജ് ഡൽഹിയിൽ പ്രൊമോഷൻസിലാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും ഓടി നടന്ന് പ്രൊമോഷൻ നടക്കുന്നു. സിനിമാ മേഖല ഒന്നാകെ എമ്പുരാനെ കാത്തിരിക്കുന്നു. അപ്പോൾ നാളെ ഈ തിയേറ്ററിൽ എത്തുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ കാണാൻ വേണ്ടി മാത്രം ലക്ഷദ്വീപിലെ കവരത്തിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ഒരാളെയാണ് പരിചയപ്പെടുത്തുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയും വ്ളോഗറുമായ സ്വാതിക് ഇതിനുവേണ്ടി മാത്രം വന്നിരിക്കുകയാണ്. കപ്പലും ഫ്ലൈറ്റും ഒക്കെ പിടിച്ചെത്തിയ സ്വാതിക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടേ മടങ്ങൂ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകരെല്ലാം ഇതുപോലെ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ തുറക്കാനേ പറ്റുന്നില്ല. എമ്പുരാൻ്റെ ട്രെയിലറിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഈ സിനിമയുടെ ഇൻ്റർവ്യൂകൾ നടക്കുന്നു. അങ്ങനെ ആകെ മൊത്തം എമ്പുരാൻ ഒരു ബഹളം തന്നെയാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. മറ്റാരുമല്ല, എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി അങ്ങ് ലക്ഷദ്വീപിൽ നിന്ന് കപ്പലും ഫ്ലൈറ്റും ഒക്കെ പിടിച്ച് ഇങ്ങ് കൊച്ചിയിലെത്തിയ ഒരു ലക്ഷദ്വീപ് വ്ളോഗർ. നമുക്ക് ലക്ഷദ്വീപ് വ്ളോഗർ എന്നെ ഒപ്പം ഉണ്ട്. അതിനോട് തന്നെ വിശേഷങ്ങളെല്ലാം ചോദിക്കാം. എന്താണ് ഈ ലക്ഷദ്വീപിൽ നിന്ന് ഇത്രയും പൈസ മുടക്കി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി? അത്ര കട്ട മോഹൻലാൽ ഫാനാണോ? അങ്ങനെ കട്ട മോഹൻലാൽ ഫാനായിട്ടല്ല, മോഹൻലാലിനെ ഇഷ്ടമാണ്. എന്നാലും സിനിമ ഇഷ്ടമാണ് ഭയങ്കര. സിനിമ നമുക്ക് എപ്പോഴും ഒരു ക്രേസാണ്, സിനിമ ക്രേസാണ്. അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനൊരു. പിന്നെ നമ്മൾ ഇങ്ങനെ ഭയങ്കര ഹൈപ്പുള്ള സിനിമകൾക്കൊക്കെ എപ്പോഴും ഒരു ത്രില്ല് തോന്നാറുണ്ട്. നമ്മളവിടെ തിയേറ്ററിലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്കൊരു ഹൈപ്പുള്ള സിനിമകൾക്ക് ഇങ്ങനെ വരാറുണ്ട്. ലൂസിഫർ എനിക്ക് തോന്നുന്നു OTT-യിലാണ് കണ്ടത്. ലൂസിഫർ OTT-യിലാണ്. ഇല്ല കാണാൻ പറ്റില്ല. അത്രയേറെ ആകാംക്ഷയോടെയാണ് ഈ സിനിമ കാണാൻ. ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് കാണാൻ. പിന്നെ പെരുന്നാളും ആണല്ലോ, പെരുന്നാൾ പർച്ചേസ് നടക്കും, നമുക്ക് സിനിമയും നടക്കും എന്നുള്ള രീതിയിൽ അത്രയും എക്സൈറ്റ്മെന്റ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ലക്ഷദ്വീപിൽ പോലും ഇപ്പൊ എവിടെ നോക്കിയാലും ഈ
എമ്പുരാൻ എന്നുള്ള ചർച്ച സിനിമാ പ്രേമികൾക്കിടയിൽ ഇതേ ചർച്ചയുള്ളൂ. എമ്പുരാൻ എത്ര രൂപയായി ഈ അവിടുന്ന് കപ്പൽ കയറി പിന്നീട് ഫ്ലൈറ്റ് കയറി പിന്നെ കൊച്ചിയിലെത്തി മെട്രോ പിടിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് മൊത്തം എത്ര രൂപയായി? അത് കുറച്ച് ചിലവായിട്ട് എന്തായാലും അത്യാവശ്യം ചിലവുണ്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഏകദേശം എന്തായാലും ഒരു 10,000 രൂപ ചെലവാക്കിയാണ് ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും അത്ര ഉണ്ടാവും, ചിലവുണ്ടാവും, അത്ര ചിലവുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. മറ്റേ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ അതോ അവിടെ ഫ്രണ്ട്സ് ഉണ്ട്. അധികം ഒറ്റയ്ക്ക് അവരെ ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ. ഈ ലൂസിഫർ കണ്ടു, എമ്പുരാൻ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല എന്താണ്, ആരാണ് എബ്രാം ഖുറൈഷി, അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്, വില്ലന്മാരുണ്ട്, അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ യൂട്യൂബ് സോഷ്യൽ മീഡിയ തുറക്കാനേ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ഫുള്ള് എമ്പുരാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഇപ്പോൾ ആ വില്ലൻ ഉണ്ടല്ലോ, അതിപ്പോ ആരെന്നും നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെ റിവീൽ ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആരാന്നുള്ള എല്ലാവർക്കും അറിയും. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റോടെ കാണണമെങ്കിൽ FDFS തന്നെ കാണണം, ആ ഒരു ത്രില്ലോടെ കാണണമെങ്കിൽ. ആ വില്ലൻ ഒരുപാട് ഗസ് വരുന്നുണ്ട്. ഇപ്പൊ ടൊവിനോ തന്നെയാണ് ആ വില്ലൻ എന്ന് പറയുന്നുണ്ട്, അല്ല ബേസിലാണ്, ഫഹദാണ്, അങ്ങനെ കുറെ മമ്മൂട്ടി ഉണ്ടെന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് തോന്നുന്നത് ഈ സിനിമയിൽ? എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ ഇപ്പൊ അമീർ ഖാനാന്ന് തോന്നുന്നുണ്ട്, പിന്നെ റിക്യൂൺ അമീർ ഖാൻ, ഇതിൽ ഏതെങ്കിലും ഒരാളാവാനാണ് ചാൻസ്. എന്തായാലും ഫഹദോ ടോവിനോ ഒന്നും അല്ല. കാരണം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂവിൽ, ഫഹദ് അല്ല എന്നുള്ള എന്തായാലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഹദാണെങ്കിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് നേരെ നിർത്തിയാൽ പോരെ, എന്തിനാ തിരിച്ചു നിർത്തുന്നതാണ് പൃഥ്വിരാജ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ഫഹദ് അല്ല. അങ്ങനെ എന്തായാലും ഒത്തിരി എക്സൈറ്റ്മെന്റിലാണ് സിനിമ. ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഭയങ്കര ത്രില്ലാണ്. ത്രില്ലോടെ തന്നെയാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നത്. ഇതിനു മുൻപ് അപ്പോ ഇവിടെ വന്ന് കണ്ട സിനിമ ഏതായിരുന്നു? അത് പറയണോ? അത് പറഞ്ഞോ. അത് ഓഡിയൻസ്. എന്തായാലും ഓഡിയനാണ് ഇതിനു മുമ്പ് ഇവിടെ വന്ന് കണ്ട സിനിമ. പക്ഷെ ഓഡിയൻ പോലെ ആയിരിക്കില്ല എമ്പുരാൻ. പൃഥ്വിരാജിൽ വിശ്വാസമാണ് നമുക്ക്, പൃഥ്വിരാജിൽ വിശ്വാസമുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവാകും എന്തായാലും. നമുക്ക് ആ ട്രെയിലറിൽ തന്നെ മോഹൻലാലിനെ കാണിക്കുന്ന സീൻ, ആ ഒരു ഓറ, ആ ഒരു സീൻ, ആ BGM എല്ലാം കൊണ്ടും പൊളി മൂഡാണ്. നമ്മൾ പറഞ്ഞാൽ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് കയറുന്നത്. ലൂസിഫറിലും നമുക്കത് കാണാം. മോഹൻലാൽ ഒരു ആരാധകരെന്നുള്ള രീതി, അല്ലെങ്കിൽ മോഹൻലാലിനെ നമ്മൾ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത്, കാണാൻ ആഗ്രഹിച്ചത്, അതിനെയൊക്കെ പൃഥ്വിരാജിനെ എന്തായാലും ലൂസിഫറിൽ കൊണ്ടുവരാൻ ഉറപ്പായിട്ടും ലൂസിഫറിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇതിലാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് സാധനം കൂടി നമുക്ക് കാണാൻ പറ്റും എമ്പുരാനിൽ, എബ്രഹാം ഖുറൈഷിയുടെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റേ സീനൊക്കെ ഉണ്ടല്ലോ, മുണ്ട് മടക്കിയുള്ള ആ സീനൊക്കെ, അതിനൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ട്രെയിലറിലെ ആ സീൻ തന്നെ നമ്മൾ അറിയാണ്ട് ആ സീൻ കാണുമ്പോൾ തന്നെ വാടാന്ന് നമ്മൾ പറഞ്ഞു പോകും. ആ ഒരു എന്താ പറയാ, മൊത്തത്തിൽ സിനിമ കണ്ട് അപ്പൊ തന്നെ തിരിച്ചു പോവുകയും പിറ്റേന്ന് 1-2 ചെറിയ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് നല്ല കാശ് മുടക്കി എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ എത്തിയിരിക്കുന്ന ഒരു വ്ളോഗറാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇത് ഒരാളുടെ മാത്രമല്ല, മലയാളികൾ എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തിയേറ്ററിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം എന്താണ് ഇവരുടെ ഒരു അഭിപ്രായം, ഇവരുടെയൊക്കെ പ്രതീക്ഷ നിലനിർത്തിയോ എന്നുള്ളത് നമുക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ അന്വേഷിക്കും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. ഒരു സ്വാതിക്ക് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് സ്വാതിക്കുമാർ സ്വദേശത്തും വിദേശത്തും ഒക്കെ പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കാണുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത് ആകാംക്ഷയോടെ നാളെ രാവിലത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷ എമ്പുരാൻ നിറവേറ്റും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബഘേലിന്റെ വീട്ടിൽ CBI റെയ്ഡ്. റായ്പൂരിലെയും ബിലായിലെയും വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. മദ്യനയ അഴിമതി, മഹാദേവ് ബെറ്റിംഗ് ആപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് എന്നാണ് സൂചന. നേരത്തെ 14 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും റെയ്ഡ് നടത്തി. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി അർജന്റീന. യുറുഗ്വായ് ബൊളീവിയ മത്സരം സമനിലയിലായതോടെയാണ് അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യോഗ്യത നേടുന്ന ആദ്യ ടീമായത്. പിന്നാലെ ബ്രസീലുമായി നടന്ന മത്സരത്തിൽ ഉജ്ജ്വല വിജയം നേടിയത് ഇരട്ടി മധുരമായി. 4 ഗോളുകൾക്കാണ്, 1-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു അർജന്റീനയുടെ ജയം. ജൂലിയൻ അൽവാരസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്സ്, അലിസ്റ്റർ ജൂലിയാനോ സിമിയോണി എന്നിവരാണ് അർജന്റീനയ്ക്കായി സ്കോർ ചെയ്തത്. ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത് മത്തേയുസ് കുഞ്ഞിയാണ്. ജയത്തോടെ 14 മത്സരങ്ങളിൽ നിന്ന് അർജന്റീനയ്ക്ക് 31 പോയിന്റായി. 21 പോയിന്റുള്ള ബ്രസീൽ ഇപ്പോൾ 4ാം സ്ഥാനത്ത്. ഇനി കുട്ടി ക്രിക്കറ്റ് വിശേഷങ്ങളിലേക്ക്.
IPL-ൽ ഇന്നത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. സീസണിലെ ആദ്യ മത്സരം ഇരു ടീമുകളും പരാജയപ്പെട്ട് നിൽക്കെ ജയിച്ച് തിരിച്ചു വരാൻ ഒരുങ്ങുന്ന കൊൽക്കത്തയ്ക്കും രാജസ്ഥാനും വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ചരിത്രം എന്തു പറയുന്നു? നോക്കാം. IPL-ലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി 7 വിക്കറ്റിന് പരാജയം ഏറ്റുവാങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സിന്റെ മണ്ണിൽ 44 റൺസിന് പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസ്. ഇന്ന് രാജസ്ഥാനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴേക്കും ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. രണ്ട് ടീമുകളുടെയും ഫോം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ ആണെങ്കിൽ തലവേദനയാകുന്നത് ബൗളിംഗ് നിരയാണ്. KKR-നാവട്ടെ ബൗളിംഗും ബാറ്റിംഗും കൃത്യമായ നിലയിലേക്ക് എത്തിയിട്ടില്ല താനും. രാജസ്ഥാന് വേണ്ടി സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും ഇമ്പാക്ട് പ്ലെയറായിട്ട് സഞ്ജുവിനെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെ നേതൃത്വത്തിൽ 44 റൺസിന് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടെങ്കിൽ പോലും ആത്മവിശ്വാസം കുറവല്ല രാജസ്ഥാന്. 286 റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ സൺറൈസേഴ്സ് നേടിയപ്പോൾ അതിൽ നിന്നും 44 റൺസ് അകലെ മാത്രമായിരുന്നു രാജസ്ഥാൻ. അതായത് സിമ്രോൺ ഹെഡ്മയറും സഞ്ജു സാംസണും ധ്രുവ് ജുറേലും ഒക്കെ ബാറ്റിംഗിൽ തിളങ്ങിയെന്ന് സാരം. അതുകൊണ്ട് രാജസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് ആരാധകർക്ക്. നേരെ മറിച്ച് കൊൽക്കത്തയിലേക്ക് വരുമ്പോൾ പോലും ക്വിന്റൻ ഡി കോക്ക് ആദ്യത്തെ മത്സരത്തിൽ നിറം മങ്ങിയത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അത് എത്രയും വേഗം ക്വിന്റൻ ഡി കോക്കും സുനിൽ നരൈനും തമ്മിലുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് കൊൽക്കത്തയ്ക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഈഡൻ ഗാർഡൻസിൽ അന്ന് കളി കണ്ടിരുന്ന ഓരോ പ്രേക്ഷകരും ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് കൊൽക്കത്തയ്ക്ക് മികച്ചൊരു ബാറ്റിംഗ് തുടക്കം ഉണ്ടാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെങ്കടേഷ് അയ്യറും അജിങ്ക്യ രഹാനെയും മിഡിൽ ഓർഡറിൽ KKR-ന് വലിയൊരു പ്രതീക്ഷ നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നിരയിൽ കുറച്ച് താളപ്പിഴയുണ്ടെങ്കിൽ പോലും KKR-ന് ഈ സീസണിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെന്നുള്ളതാണ് കൊൽക്കത്ത ആരാധകരുടെ പ്രതീക്ഷ. മത്സരം ഇന്ന് രാത്രി 7:30 നടക്കുമ്പോഴേക്കും ജയം ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ചോദ്യം. 44% രാജസ്ഥാൻ റോയൽസിന് അനുകൂലമെന്നും 56% പേർ KKR-നും വേണ്ടിയിട്ട് അനുകൂലിക്കുന്നു എന്നുള്ളതാണ് IPL ഫാൻ പോളിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്നാൽ രാജസ്ഥാൻ റോയൽസിന് അനുകൂലമായി മാറാനുള്ള സാഹചര്യവും ചെറുതൊന്നുമല്ല. IPL ചരിത്രം എടുത്തു നോക്കുമ്പോൾ രാജസ്ഥാനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഏറ്റുമുട്ടിയത് 30 തവണയാണ്. അതിൽ 14 തവണ രാജസ്ഥാനും 14 തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും വിജയിച്ചു. 2 തവണ മത്സരം ഉപേക്ഷിക്കുകയുമായിരുന്നു. അങ്ങനെ നെക്ക് ടു നെക്കിൽ നിൽക്കുകയാണ് RR-KKR കോൺടെസ്റ്റ്. അതിൽ കൗതുകകരമായ മറ്റൊരു കാര്യം 2 തവണ ഇരു ടീമുകളും തമ്മിൽ മത്സരിച്ചപ്പോൾ സൂപ്പർ ഓവറിലേക്ക് കളി പോയതെന്നാണ്. ആ 2 തവണയും രാജസ്ഥാന് തന്നെയാണ് ജയം അനുകൂലമായി മാറിയത്. അതുകൊണ്ട് തന്നെ ചരിത്രം മാറ്റിക്കുറിച്ച് ഒരു പോയിന്റ് അതുകൊണ്ട് തന്നെ ചരിത്രം നിലനിൽക്കെ ഒരു മത്സരത്തിന്റെ അനുകൂല സാഹചര്യം ഏത് ടീം നേടുമെന്നുള്ളത് ഇന്നത്തെ മത്സരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. KKR നേടുമോ രാജസ്ഥാൻ നേടുമോ? കാത്തിരുന്ന് കാണാം. ഇതോടെ രാവിലെയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകൾക്ക് ചൂടുപിടിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത BJP-യുടെ തലപ്പത്തുള്ള പ്രശ്നങ്ങളാണ്. ഇന്നിപ്പോൾ VV രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. നേതൃത്വം അന്വേഷിക്കട്ടെ എന്ന് രാജേഷ് പറയുന്നു. രാജേഷ് പരാതി നൽകിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിശദമായി തന്നെ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. ന്യൂസ് 10-ൽ അപർണ കുറുപ്പ് ചേരും. രാവിലെയിൽ വീണ്ടും നാളെ കാണാം. നമസ്കാരം.